ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഹോമിയോൻ്റെ ബോട്ടിലൊക്കെ വെച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ക്രാഫ്റ്റാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, പിന്നെ ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നമ്മുടെ ഒരു കാര്യം പറയുകയാണ്, നമ്മുടെ ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ബോട്ടിൽ ക്രാഫ്റ്റ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഹോമിയോൻ്റെ ബോട്ടിൽസ് എടുത്തിട്ടുണ്ട്. ഇതിൽ പ്ലാസ്റ്റിക്കും നമ്മുടെ ചില്ലൊക്കെ ഉണ്ട്. ഇത് പ്ലാസ്റ്റിക് ആട്ടോ. ഞാനിപ്പം നമ്മുടെ ചില്ലിൻ്റെ ഗ്ലാസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. മറ്റേത് വെച്ചും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. ഇതുണ്ടെങ്കിൽ ഇതന്നെ എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റേതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇതിൽ വെള്ളമൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. വെള്ളം ഉണ്ടെങ്കിൽ ഒരു ക്രാഫ്റ്റ് റെഡി ആവുകയില്ല. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇതെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഈ ഒരു മൂടിയേക്കാണ് കുറച്ചുകൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത്. നമ്മുടെ കോർക്കില്ലേ, അത് വീട്ടിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, അതില്ലാന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മൂടി വേണമെങ്കിൽ മൂടി എടുക്കാം കേട്ടോ. ഇപ്പോൾ കുറച്ചുകൂടി രസം കോർക്കാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം. അപ്പം ഞാനിവിടെ ഇതുപോലത്തെ ഒരു സ്പോഞ്ചിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. തെർമോക്കോൾ എടുത്താൽ മതി. തെർമോക്കോൾ എടുത്താൽ അപ്പാട് ചിലപ്പോൾ ഇങ്ങനെ മുറിഞ്ഞു പോകും. അപ്പോൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു സ്പോഞ്ചാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ തെർമോക്കോൾ എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഒരു അളവിൽ ഇതിൻ്റെ കുറച്ച് വലുപ്പവും അതിൻ്റെ ഒരു വീതിയൊക്കെ അനുസരിച്ചൊന്ന് വെട്ടിയെടുക്കാം. ഏകദേശം റൗണ്ട് ഷേപ്പ് കിട്ടുകയാണെങ്കിൽ അതുപോലെ വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഞാനൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്ര നീളം ആവശ്യം വരില്ല. നമുക്കിതിലിട്ട ശേഷം വേണമെങ്കിലൊന്ന് മുറിച്ച് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത് വേണ്ട, ഇതിൻ്റെ കുറച്ച് നമുക്കൊന്ന് മുറിച്ച് കളയാം. അതായത് ഇത്ര മതി കേട്ടോ. നമുക്കിതിനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ബ്ലാക്ക് ആട്ടോ ഇപ്പോൾ അടിക്കുന്നത്. അല്ലാതെ നമുക്ക് ബ്രൗൺ കളറും അടിച്ചു കൊടുക്കാം. ഇപ്പം എൻ്റെ അടുത്ത് ബ്രൗൺ ഇല്ല, അപ്പം ഞാനിവിടെ ബ്ലാക്ക് തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത്. ബ്ലാക്ക് അടിച്ചാലും നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഞാൻ ഫാബ്രിക് കളറാട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് ഏത് കളറാണോ ഉള്ളത് അതെടുക്കാം. പക്ഷേ നമുക്ക് സ്കെച്ച് കളറ് അതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇതുപോലത്തെ പെൻസൊക്കെ എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യുമ്പോൾ ഒരു തുണിയുടെ മേലെ ഒരു പേപ്പറിൻ്റെ മേലെയാണ് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഇത് നമ്മൾ ഫുള്ള് കൈമേലും നിലത്തൊക്കെ ഇത് ഫുള്ളാവും. അപ്പോൾ ഞാനിവിടെ തുണീൻ്റെ മേലെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് അടിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ കൈ കഴുകാതെ നമ്മുടെ ഈ ഒരു ബോട്ടിൽ തൊടാൻ പാടില്ല. തൊട്ടാൽ അത് ഫുള്ള് നമ്മൾ അതിമ പറ്റിപ്പിടിക്കും. അപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് അലങ്കോലാവും. അപ്പോൾ ഇതുപോലെ ശ്രദ്ധിക്കാം. അപ്പോൾ ഇതൊന്ന് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. നമുക്ക് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാക്കി പണിയൊക്കെ ചെയ്യാം. അപ്പം ഞാനിവിടെ ഉപ്പെടുത്തിട്ടുണ്ട്. ഒരു മൂടിയുടെ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 5 പാർട്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. കുറച്ച് മതി കേട്ടോ, ഇത്ര മതി കേട്ടോ, ഇത്ര. ഇനി ഇതിനെല്ലാം ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിന് ഞാൻ ഫാബ്രിക് കളർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ഫസ്റ്റ് ബ്ലൂ കളറാണ് അടിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഒരു ഡ്രോപ്പ് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലാതെ തന്നെ ഉപ്പ് നല്ലോണം കട്ട പിടിച്ച ഉപ്പായതുകൊണ്ട് തന്നെ ഇപ്പം ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഇങ്ങനെ ഒരു ഡ്രോപ്പ് അല്ലെങ്കിൽ 2 ഡ്രോപ്പ് കൊണ്ട് അടിച്ചു കൊടുക്കാം. ഇപ്പം ഇത് അടിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്തടിച്ചു കൊടുക്കാം. അടുത്തത് ഞാനിവിടെ റെഡാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിതൊന്ന് അടുത്ത ഒരു ഉപ്പിനിലേക്ക് അടിച്ചു കൊടുക്കാം.
ഇതുപോലെ തന്നെ 1-2 ഡ്രോപ്പ് വെച്ചെടുത്താൽ മതി കേട്ടോ. കൂടുതൽ അപ്പാടിങ്ങനെ എടുത്താൽ ഇത് ഫുള്ളായിട്ട് കട്ട പിടിച്ചു നമുക്കൊരു ബോട്ടിലേക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ ഇതും അടിച്ചെടുത്ത് ഇനി നമുക്ക് അടുത്തത് അടിച്ചു കൊടുക്കാം. അടുത്തത് ഞാനിവിടെ ഗ്രീൻ കളറായിട്ടോ അടുത്തത് അടിക്കുന്നത്. ഏതെങ്കിലും ഒരു കളർ അടിച്ചാലൊക്കെ മതി, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ അടുത്തതൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതും അടിച്ചു കൊടുത്ത് ഇനി അടുത്തതും. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് കളർ അടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പേപ്പർ ഇങ്ങനെ മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് കോരി എടുത്തിട്ട് നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ബോട്ടിലിട്ട ശേഷം നമ്മൾ തട്ടുമ്പോൾ ചെറുതായിട്ട് തട്ടുക, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ കളറും കൂടെ മിക്സായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ മതി കേട്ടോ. ഇതെല്ലാം ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ബ്ലാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. അടുത്ത ബ്ലൂ ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്ത ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടാനേ പാടുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒന്ന് മിക്സായി പോട്ടോ. ഇനി നമുക്ക് അടുത്തത് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പേപ്പർ വെച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറച്ചായിട്ട് കിട്ടും, അല്ലാതെ കൈ വെച്ചിട്ട് നമുക്കിത് മതിലാക്കി ഇടാൻ പറ്റില്ല കേട്ടോ. ഇനി നമുക്ക് അടുത്തതും ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് അടുത്ത യെല്ലോ കളറും കൂടെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതായത് ഞാൻ ഫുൾ കളർ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു കുപ്പി നിറയില്ല, ഇത് നമ്മൾ 5 കളറായി യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പേപ്പറിൻ്റെ വലുപ്പത്തിൽ ഒരു പീസ് മുറിച്ചെടുത്തതിൽ പേര് എഴുതി കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ, ഇഷ്ടമുള്ള പോലെ ചെയ്യാം. നമ്മുടെ ഈ ഒരു കോർക്ക് നമുക്കിതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ മേലെ കുറച്ച് കൂടുതലുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ ഇങ്ങനത്തെ കുപ്പിയൊക്കെ ഉണ്ടാവുമായിരിക്കും, ഈസ്റ്റിൻ്റെ കുപ്പിയൊക്കെ ഉണ്ടാവും കേട്ടോ. അത് വെച്ചൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെക്കും എല്ലാവർക്കും ബൈ ബൈ.